പകരുന്നതാ വ്യാധികളാൽ വലഞ്ഞിടുന്നു നിൻ ജനങ്ങൾ. പകരുന്നതാ വ്യാധികളാൽ വലഞ്ഞിടുന്നു നിൻ ജനങ്ങൾ. ഈ രാവിലെ വേളയിൽ ദൈവസന്നിധിയിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം നടത്തുന്ന എല്ലാ വഴികൾക്കുമായി നന്ദി പറയുന്നു. ഇന്ന് പകൽ മാറ്റമില്ലാത്ത വചനത്തിലെ ചില സത്യങ്ങൾ ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. വചനത്തെ മാറ്റുവാൻ ആർക്കും കഴിയില്ല. കാരണം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായുള്ളതാണ് ഈ മാറ്റമില്ലാത്ത വചനം. ആ വചനത്തോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു ദൈവ പൈതൽ ഒരിക്കലും ചഞ്ചലപ്പെടാത്ത ഒരു ധീര പോരാളിയെ പോലെ മുൻപോട്ട് പോകുവാൻ കഴിയും എന്നുള്ളത് ഒരു സത്യമാണ്. മാറ്റമില്ലാത്ത വചനം അങ്ങനെ പറയുന്നു. 66-ാം വാക്യം, നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കുകയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. അപ്പോൾ ദൈവവചനത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിത്വമാക്കി തീർക്കുന്ന ഒരു ദൈവിക സംരക്ഷണം ഉണ്ട് എന്ന് ഈ വചനഭാഗം നമ്മോട് വിളിച്ചു പറയുന്നു. ഈ വചനത്തോട് ചേർത്ത് ചില തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുവാൻ തുടങ്ങിയാൽ 111-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്. 11-ാം വാക്യത്തിൽ, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പോൾ ദൈവഭക്തിയിൽ ഒരുവൻ യാത്ര ചെയ്യുവാൻ തുടങ്ങിയാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവ കൃപ ആ വ്യക്തിയുടെ മേൽ ദൈവാത്മാവ് പകരുകയാണ്. ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് പറയുമ്പോൾ അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അപ്പോൾ ആ വചനത്തോട് ചേർന്ന് ഒരു വ്യക്തി യാത്ര ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ഒരുപക്ഷെ വിദ്യാഭ്യാസ മേഖലയിലായിരിക്കാം പഠിക്കുന്ന ആ പൈതൽ വചനത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി നിന്നെ മാനിക്കുവാൻ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായി നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവിക സംരക്ഷണ വലയം, മറ്റുള്ളവർക്കില്ലാത്ത ഒരു പരിപാലനം ഒരു ദൈവ പൈതലിന് ഉണ്ട് എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുകയാ. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ബുദ്ധിയില്ല എന്ന് ആരും പറയരുത്, എനിക്ക് കഴിവില്ല എന്ന് ആരും പറയരുത്. ദൈവവചനത്തോട് ചേർന്ന് നീ യാത്ര ചെയ്താൽ നിന്നെ ജ്ഞാനിയാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ബലഹീന ആയിരിക്കാം ഒരുപക്ഷെ നീ,
ബലഹീനനായിരിക്കാം ഒരു പക്ഷേ നീ. എന്നാൽ നിന്റെ മേൽ ബലം പകരുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യം, ശക്തിയാർജിക്കുവാൻ, ശക്തനാക്കുവാൻ, ബലം പകരുവാൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം കുഞ്ഞൻ നിനക്ക് വേണ്ടി ചലിപ്പിക്കുവാൻ കഴിയും എന്ന് മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുകയാ. എന്നെ കേൾക്കുന്ന ദൈവമേ, നീ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ പൗലോസ് പറഞ്ഞതുപോലെ ഇപ്രകാരം പറയാൻ കഴിയൂ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ആകുന്നു. ഹല്ലേലൂയ. മനുഷ്യരായ നമുക്ക് പരിമിതിയുണ്ട്, അത് സത്യമാണ്. എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് എന്തില്ല? പരിമിതി ഇല്ല. സ്തോത്രം. മറ്റൊരാളുടെ സപ്പോർട്ട് നമ്മുടെ ദൈവത്തിന് ആവശ്യമില്ല. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാ. അത്യുന്നതന്റെ ശക്തി, അളവറ്റ വലിപ്പം യേശു ക്രിസ്തുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അവകാശം പറയുന്ന, മുൻപോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടാത്മാവിന്റെ പദ്ധതികൾ തകരട്ടെ. ഹല്ലേലൂയ. ദൈവമേ, നീ ദൈവത്തിൽ ആശ്രയിക്ക, ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്ക. ശത്രുവിന്റെ പദ്ധതികൾ തകരും, ശത്രുവിന്റെ പ്രവർത്തികൾ തകരോ. നിന്നെ വില കൊടുത്ത് വാങ്ങിയത് നീ അലയുവാൻ വേണ്ടിയല്ല, നീ വലയുവാൻ വേണ്ടിയല്ല. നീ വചനത്തോട് ചേർന്ന് നിന്ന നിന്നെ ശക്തീകരിക്കുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം മതിയായവനാ. അന്ധകാര ശക്തി തകരട്ടെ, അവകാശങ്ങൾ തകരട്ടെ. വചനത്തോട് ചേർന്ന് നിൽക്കണം. എന്നിട്ട് പറയണം, പന പിജാലേ നീ പോയി പണി നോക്കാൻ പറയണം. അത് ധൈര്യത്തോടെ പറയണം. സ്തോത്ര. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികളെ കണ്ട് നീ പേടിക്കേണ്ടതല്ല. ശരീരത്തിൽ ഒരു വേദനയോ പ്രയാസമോ നിനക്കുണ്ടാകുമ്പോൾ അപ്പന്റെ കരങ്ങളിലേക്ക് സമ്പൂർണമായും ഏൽപ്പിച്ചു കൊടുത്ത ഹല്ലേലൂയ എതിർത്ത് നിൽക്കുവാൻ, ഹല്ലേലൂയ പ്രതികൂലത്തോട് എതിർപ്പാൻ ഒരു ശക്തി പ്രാപിച്ചെടുക്കണമേ. സ്തോത്ര, സ്തോത്ര. ഹല്ലേലൂയ. വാസ്തവത്തിൽ നമ്മുടെ കരങ്ങളിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹീത കലവറയാ. സ്തോത്രം. പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ഒരു കലവറയാണ് വിശുദ്ധ വേദപുസ്തകം. ആ വചനത്തോട് ചേർന്ന് നിന്നാൽ നിനക്ക് എന്താവശ്യമുണ്ടോ, നിന്റെ ഏത് ആവശ്യങ്ങളുടെ മുമ്പിലോ, ഏത് പ്രയാസങ്ങളുടെ മുമ്പിലോ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിനക്ക് വേണ്ടി ചലിക്കുവാൻ കഴിയുന്ന നിലവാരത്തെ ശക്തി പകരേണ്ടിടത്ത് ശക്തി പകരുവാൻ, സൗഖ്യം വേണ്ട ഇടത്ത് സൗഖ്യം നൽകുവാൻ, ആശ്വാസം വേണ്ട ഇടത്ത് ആശ്വാസം നൽകുവാൻ, എതിരികളുടെ മുന്നിൽ ബലത്തോടെ നിർത്തുവാൻ കഴിയുന്ന നിലവാരത്തെ നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ഒരു കലവറ ദൈവം നിന്റെ കരത്തിൽ നൽകിയിട്ടുണ്ട്. വചനത്തോട് ചേർന്ന് നീ യാത്ര ചെയ്യണം. വചനത്തോട് ചേർന്ന് നിൽപ്പാൻ നിനക്കൊരു മനസ്സുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലം ഉണ്ടാകില്ലെന്നല്ല വചനം പറയുന്നേ.
യോസഫ് ഹല്ലേലൂയ ബാല്യത്തിൽ അവൻ വചനത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് 17-ാം വയസ്സിൽ പൊത്തിപ്പേറിന്റെ ഭവനത്തിലായിരിക്കുമ്പോഴോ കൃതാർത്ഥനായി നിലകൊള്ളുവാൻ കാരണം അവന്റെ കൂടെ ഒരുവൻ ഉണ്ടെന്ന് അവന് ബോധ്യമുള്ളത് കൊണ്ട്, അവൻ ആ ദൈവത്തെ കാണുന്നത് കൊണ്ട്, ആ ദൈവത്തോട് അവന് ബന്ധമുള്ളത് കൊണ്ട് അവനറിയാം എന്റെ കൂടെ അപ്പനില്ല സത്യമാ, അമ്മ ഇല്ല സത്യമാ, സഹോദരങ്ങൾ ഇല്ല സത്യമാ, എന്നാൽ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അത് അവനറിയാമായിരുന്നു എന്ന് മാത്രമല്ല, ആ വീട്ടുടമ അത് കണ്ടു. വീട്ടുടമ അത് കണ്ടു. അവന്റെ കൂടെ അവൻ ചെയ്യുന്ന പ്രവർത്തികൾ മാറിപ്പോവാൻ പറ. ഹല്ലേലൂയ. അവൻ ചെയ്യുന്ന പ്രവർത്തികളെ കറക്റ്റ് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്ന് ആര് കണ്ടു? ഒത്തിപ്പേർ കണ്ടു. ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ വരുന്ന പ്രയാസങ്ങളുടെ മുൻപ്, പ്രതികൂലങ്ങളുടെ മുൻപ് നീ ഏകനല്ലെന്ന്, നിന്റെ കൂടെ നിന്നെ വിളിച്ചവൻ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുകയാണ്. നീ ദൈവത്തെ ആരാധിക്കുവാൻ ഒരുപക്ഷെ വേദനയോടെ വന്നെങ്കിൽ സൗഖ്യത്തോടെ ഇന്ന് പകൽ മടങ്ങുവാനിടയാകട്ടെ. ഒരു ദൈവശക്തി നിന്റെ മൺകൂടാരത്തിൽ ഒന്ന് വ്യാപരിപ്പാനിടയാകട്ടെ. ഹല്ലേലൂയ. ആത്യന്തമേറിയ ശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിപ്പാനിടയാകട്ടെ. ആ ചൈതന്യമുള്ള ശക്തി നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അത് ചൈതന്യമുള്ളതാ, അത് ജീവനുള്ളതാ, അത് ഏത് ഇടത്തേക്കും തുളച്ചു കയറുന്നതാ. ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, ദൈവത്തിന്റെ ശക്തിയെ കവിയുന്ന ഒരു ശക്തി മെഡിസിൻ ഉണ്ടോ? ഇല്ലെന്ന് പറയും. പക്ഷെ പ്രയാസം വന്നു കഴിഞ്ഞാൽ ഓടും മെഡിസിന്റെ അടുത്തേക്ക്. സ്തോത്രം. ഒറ്റ കാര്യമുള്ളൂ, പ്രയാസങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ നിന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവസന്നിധിയിൽ പൂർണ്ണമായി അങ്ങ് സമർപ്പിക്കണം. ആമേൻ. ദൈവം നിന്നെ സഹായിപ്പാൻ മതിയായവനാ. എന്നിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഹല്ലേലൂയ ജീവനുള്ള വചനത്തിനായി സ്തോത്ര, അല്ലെങ്കിൽ ചൈതന്യമുള്ള വചനത്തിനായി സ്തോത്ര. ഏത് ഹല്ലേലൂയ ഇടത്തേക്കും തുളച്ചു കയറുന്ന ആ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്ര. ഹല്ലേലൂയ. അത് ആത്മാവിനെ തുളയ്ക്കുന്നതാ, പ്രാണനെ തുളയ്ക്കുന്നതാ, സന്ധിവഞ്ചകളെ തുളയ്ക്കുന്നതാ. ആ വചനത്തിനായി സ്തോത്രം ചെയ്ത ഹല്ലേലൂയ ഒന്ന് തടവി കൊടുക്കണമേ. ആമേൻ. ഹല്ലേലൂയ. വേദനയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നമ്മൾ വായിക്കുന്ന തിരുവചന ഭാഗങ്ങളിൽ ചിലത് വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ആ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 71-ാം വാക്യം ഒന്ന് വായിച്ചേ. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. അപ്പം ചില വേദനകൾ വരുന്നത് 10 സ്തോത്രം കൂടുതൽ പറയാൻ, വചനമൊന്ന് വായിക്കാൻ, ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ, ദൈവമുഖത്തേക്കൊന്ന് നോക്കാൻ ഗുണമായെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമേ, നിന്റെ ജീവിതത്തിൽ വേദന വന്നത് വെറുതെയല്ല. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, എനിക്ക് വേദന തന്നതിനായി സ്തോത്രം ചെയ്യുക, എനിക്ക് പ്രയാസം തന്നതിന് സ്തോത്രം ചെയ്യുക, ആ ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്ക, സൗഖ്യമാക്കുക. അവൻ മതിയായവൻ തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? സങ്കീർത്തനം വായിച്ചു വിടും, അതിൽ എഴുതിയിരിക്കുന്ന നമ്മൾ നോക്ക് പോലുമില്ല. വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു വിടും. പക്ഷെ സങ്കീർത്തനകാരൻ പറയുന്നത്, കർത്താവേ അങ്ങനെ കഷ്ടത്തിലാക്കിയത് എനിക്ക് ഗുണമായിരുന്നു. എന്താ കാര്യം?
നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ. ചട്ടങ്ങൾ പഠിപ്പാൻ. അപ്പൊ ചട്ടം തമ്പുരാൻ എന്ത് ചെയ്യും? ചിലപ്പോ പഠിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് വേദന തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് പെട്ടെന്ന് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന ആ തിരുവചന ഭാഗം വളരെ ശ്രദ്ധേയമായ ചില വസ്തുതകളാണ് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നു. ഈ ലോകത്തെ അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഭിന്നത തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്നു. അവിടെ അപ്പോസ്തലൻ പരിശുദ്ധ നിയോഗം പ്രാപിച്ച് പറയുകയാണ്, ഒരു പ്രബോധനമായിട്ട് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പൊ അവിടെ എന്തൊക്കെ വരുന്നു? നിങ്ങളുടെ ശരീരങ്ങള് എന്ന് പറഞ്ഞിട്ട് ആ ശരീരത്തിൽ എന്തുണ്ടാകണം? ജീവൻ ഉണ്ടാകണം, വിശുദ്ധി ഉണ്ടാകണം. അപ്പോൾ ശരീരം അശുദ്ധമാകരുത്. ശരീരം എന്താകണം? വിശുദ്ധമാകണം. അതുകൊണ്ടാണ് സഭ ആഭരണങ്ങൾ മുഴുവൻ നീക്കം ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം. എന്താകണം? വിശുദ്ധമാകണം. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. നീ വശീകരിക്കപ്പെടാതിരിപ്പാൻ വെള്ളിയും പൊന്നും മോഹിച്ചെടുത്തുകൊള്ളരുത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകും. എന്താണ്? നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാണ്. നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന് അറപ്പായുള്ളത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത്. വീട്ടിൽ കൊണ്ടുപോകരുന്ന്. നമ്മൾ കാശ് കൊടുത്ത് കഴുത്തേം വീട്ടുകൊണ്ട് നടക്കുക. ദൈവവചനം പറയുന്നത് വീട്ടിൽ കൊണ്ടുപോകരുത്. പക്ഷെ ഇവിടെ നമ്മള് സഹോദരം വായിച്ചോ. അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പുമായിരിക്കും. അത് ശാപഗ്രസ്തമല്ലോ. യഥാർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കളറുള്ള സാധനമല്ലേ നമ്മള് താലോലിച്ച് പൊന്നെ ചക്കര പഞ്ചായത്ത് എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. പക്ഷെ വചനം പറയുന്നു അത് ദൈവത്തിന് എന്താണ്? അറപ്പാണ്. നിനക്കും അതെന്തായിരിക്കണം? അറപ്പും വെറുപ്പുമായിരിക്കണം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്, നീയും അതുപോലെ ശാപമായി തീരാതിരിക്കേണ്ടതിന്. സ്തോത്രം. ദൈവത്തിന് അറപ്പാണെങ്കിൽ ദൈവ പൈതലിലും എന്തായിരിക്കണം? അറപ്പായിരിക്കണം. അതാണ് വേദപുസ്തകം പറയുന്നത്. ഞാൻ ആ വേദപുസ്തകം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ളതാകണം, വിശുദ്ധിയുള്ളതാകണം, ദൈവത്തിന് പ്രസാദമുള്ളതാകണം. അപ്പോൾ അപ്രകാരം ഒരു അനുഭവത്തിന് ഉടമകളായി ഒരു ദൈവ പൈതൽ മാറിയേ മതിയാകൂ. എങ്കിൽ മാത്രമേ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ കഴിയുള്ളൂ. അടുത്ത വാക്യത്തിൽ പറയുന്നത് ഈ ലോകത്തിന് അനുരൂപരാകാതെ. ലോകരത് ചെയ്യുന്നു, നമ്മളത് ചെയ്യുന്നു. ലോകരത് ചെയ്യുന്നു, നമ്മളത് ചെയ്യുന്നു. നല്ലൊരു ശതമാനം ആളുകൾ പറയുന്നത് എന്താണ്? ഞാൻ ആരാ? ദൈവ പൈതൽ. ഞാൻ എവിടെ പോകാൻ ഒരുങ്ങുക? മിക്കവാറും പോകും. പോയാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വചനം പറയുന്ന അനുസരിച്ച് പോകാൻ വഴിയില്ല. കാരണം ഈ വചനത്തിന് മാറ്റമില്ല. സന്നി നിന്ന് പറയുകയാണ് അത് കുഴപ്പമില്ല,
അങ്ങനെ ഞാൻ പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ലാതെ ആകില്ല. വചനത്തിന് മാറ്റമില്ലെന്നേ. കഴിഞ്ഞ രാത്രി തന്നെയാണെന്ന് തോന്നുന്നു, ഞാനൊരു പൈതലിനോട്, കഴിഞ്ഞ രാത്രിയല്ല, കഴിഞ്ഞ ദിവസം രാവിലെ ഒരു പൈതലിനോട് ചോദിച്ചു, പാസ്റ്ററും കുടുംബവും ആഭരണം ധരിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു ഇല്ല. ആഭരണം ധരിക്കാത്ത ഒരു പാസ്റ്റർ, അല്ലെങ്കിൽ ആഭരണം ധരിക്കാത്ത പാസ്റ്ററുടെ ഭാര്യ ആഭരണം ധരിക്കുന്ന വിശ്വാസിയുടെ കയ്യിൽ നിന്ന് സ്വോത്രകാഴ്ച മേടിക്കുന്നു. എടാ, അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് ധരിച്ചൂടെ? ആഭരണം ധരിക്കുന്നത് തെറ്റല്ല എങ്കിൽ പിന്നെ പാസ്റ്ററുടെ ഭാര്യ എന്തുകൊണ്ട് ധരിക്കുന്നില്ല? എന്റെ ചോദ്യം അതാ. പാസ്റ്ററുടെ ഭാര്യയ്ക്ക് എന്ത് വേണം? വേർപാട് വേണം. വിശ്വാസിക്ക് എന്ത് വേണ്ട? വേദപുസ്തകത്തിലെ വ്യവസ്ഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്തമാണ്. അനുസരിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ്. അനുസരിക്കാത്ത ഒരു വ്യക്തിയെ മുക്കിപ്പൊക്കിയിട്ട് കുതിർന്ന ഭാവിയായി കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. സ്വോത്രമായിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. പാസ്റ്ററും കുഴപ്പമില്ല, അത്യാവശ്യം എന്ത് ചെയ്യാം, സുഖിച്ച് കൊഴുത്ത് തടിച്ച് നടക്കാം. പക്ഷേ ഒരു ദിവസം നിത്യതയിലെത്തിയാൽ കണക്ക് തമ്പുരാൻ ചോദിക്കും. ഞാൻ പൊതുവിലുള്ള കാര്യം പറയുന്നേ, ഒരു ഉദാഹരണം പറയുകയാണ്, ഇന്നലെ സംസാരിച്ച കാര്യം പറയുകയാണ്. അപ്പോൾ വേർപാട് എന്നത് ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോകത്തോട് എന്താകരുത്? സ്തോത്രം. എന്നിട്ട് എന്ത് വേണം? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നല്ല മനസാക്ഷി ഉണ്ടാകണമെങ്കിൽ കുഞ്ഞപ്പന്റെ സാധനങ്ങളൊക്കെ കുഞ്ഞമ്മ വിട്ടേ പറ്റൂ. കാരണം ശത്രുവിന് അവകാശം പറയുന്നത് ഒരു ദൈവ പൈതലിന്റെ ശരീരത്തിൽ പാടില്ലെന്ന് വചനം പറയുന്നു, ഞാൻ പറയുന്നതല്ല. ഏറ്റവും കുറഞ്ഞതല്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ ദൈവ പൈതലായി മാറി. സ്നാനപ്പെടുമ്പോഴല്ല ദൈവ പൈതലാകുന്നേ. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ അയവ് കൊടുത്ത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ലെന്നേ, കുഴപ്പമൊന്നുമില്ലെന്നേ. പിന്നെ കഷ്ടപ്പെടുന്ന ആരാ? പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ഒരു ദൈവ പൈതലിന്റെ തലയിൽ നിന്ന് തുണി മാറിയാൽ എന്ത് ചെയ്യും? മാറിപ്പോയി എന്നറിയും, ഉടനെ എടുത്തിടും. ഇത് തുണി പോയാലും അറിയില്ല, എന്തുണ്ടായാലും അറിയില്ല. ഇങ്ങനെ ഒന്ന് തുള്ളിക്കൊണ്ട് നിൽക്കുക. അതിനനുസരിച്ച് പറയണം തുള്ളിപ്പിക്കാനുള്ള പാസ്റ്റർമാരും. ചൂരവടി കൊണ്ട് രണ്ടും കൊടുക്കാൻ വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാ. മാറ്റമില്ലാത്ത വചനം വളരെ കൃത്യത. എനിക്കിവരോട് ആരോടൊരു വിദ്വേഷവും ഇല്ല. പക്ഷേ നിത്യതയിൽ ഇവരെത്തില്ലല്ലോ എന്നോർക്കുമ്പോഴുള്ള വേദനയാണ്. ഈ വേദപുസ്തകത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ ഒരു 10 വിശ്വാസികൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു 10 വിശ്വാസികൾ കൂടുതൽ വന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവവചനം പറയുന്നത്, യഥാർത്ഥമായി പറയുന്നത് ഇവിടെ കാണുന്നത് പോലെ തന്നെ അവിടെയും കാണണം. അതുകൊണ്ടാണ് ഈ വചനം അല്പം പോലും മായമില്ലാതെ പറയുന്നതിന്റെ കാരണം. സ്തോത്രം. ഈ ലോകത്തോട് അനുരൂപരാകരുത്. ആര്? ദൈവ പൈതൽ, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വ്യക്തി. സ്തോത്രം. ഈ ആഭരണം ധരിക്കുന്നതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, വെളിയിൽ പോകുമ്പോ നീ പെന്തക്കോസ്തുകാരി ആയോടി എന്ന് ആരും എന്ത് ചെയ്യില്ല. ഏതാ വകുപ്പ് എന്നറിയില്ലോ. പലിഞ്ഞീനാണോ അത് പാമ്പാണോ എന്നത് അറിയില്ല. പാമ്പിനെ കാണുമ്പം
എന്ത് ചെയ്യും? തല കാണിച്ചു കൊടുക്കും. മീനെ കാണുമ്പോൾ എന്ത് ചെയ്യും? വാല് കാണിച്ചു കൊടുക്കും. ഈ സ്വഭാവത്തിന് പോവുക. അങ്ങെത്തില്ല. അപകടമുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം. അപകടത്തിൽ പെടാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ല. ഈ വചനത്തോട് ചേർന്ന് യാത്ര ചെയ്യണം. ഈ വചനം എവിടെ നിന്നെ കൊണ്ടെത്തിക്കും? നിത്യയുടെ തീരത്ത്, പ്രാണപ്രിയന്റെ അരികിൽ നിന്നെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള ഒരു പരിശുദ്ധയാത്മാവിനെ നിന്നെ സൂക്ഷിക്കുവാൻ, വഴുതി പോകാതിരിപ്പാൻ, ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതിരിപ്പാൻ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണയോ നിനക്ക് വേണ്ടി ഉണ്ട് കുഞ്ഞ്. അതാ എന്റെ പ്രാണപ്രിയൻ പറഞ്ഞു, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കൊണ്ടോ ഇവരെ കാത്തുകൊള്ളണോ. ഇവർ ലോകത്തിലാണ്, ലോകത്തിൽ നിന്ന് എടുക്കുവാനല്ല പറയുന്നത്. ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു സംരക്ഷണം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ശത്രു നിന്ന് അലറട്ടെ, ശത്രു വെല്ലുവിളി നടത്തട്ടെ, നീ അകപ്പെട്ടു പോകില്ല. നീ വചനത്തോട് ചേർന്ന് നിന്നാൽ മതി. നീ പരാജയപ്പെടില്ലെന്ന്, പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന്. ഹല്ലേലൂയ. നീ ആരുടെ വകയാ? സർവശക്തന്റെ വകയാ. ശത്രുവിന്റെ സകല ആയുധങ്ങളെയോ അടിയറപ്പിച്ച ഉടമസ്ഥന്റെ വകയാതി. ആ ഉടമസ്ഥനോട് ചേർന്ന് നിന്നാൽ മതി. ഒന്ന് ശ്രദ്ധിച്ചേ, നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണെന്നൊന്ന് ഭാവനയിൽ കാണ്. ആരോട്? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നീ നിൽക്കുക. നിനക്കെതിരെ ശത്രുവായ പിശാച് ഒരു 10,000 പിശാചിനെയും കൊണ്ടുവരികയാണെന്നിരിക്കട്ടെ. ഒരു 10,000 പിശാചിനെയും കൊണ്ട് നിന്നെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് വരിക. പക്ഷെ നീ നിൽക്കുന്ന ആരുടെ കൂടെയാ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ. അവിടെ നിന്ന് അവൻ കാണുമ്പോഴേ അവന്റെ മുട്ടിടിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം അവന്റെ സകല ആയുധങ്ങളെയോ അടിയറപ്പിച്ച കാൽവരി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവിന്റെ കൂടെ നീ നിൽക്കുന്നിടത്തോളം കാലം ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയുകയില്ല എന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയുകയാ. അതുകൊണ്ട് ദൈവമേ ഭയപ്പെടരുത്. സ്തോത്ര സ്തോത്ര. ഉറപ്പോടെ ധൈര്യത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള പിതാവേ, പ്രാണപ്രിയന്റെ അടുക്കളയിലേക്ക് ഞങ്ങൾ ഒരുമിച്ചെടുത്തു വരികയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതുവർഷം ഞങ്ങൾക്ക് നൽകി. അരുമനാഥനോട് ചേർന്നായിരിക്കാൻ അവിടുന്ന് കൃപ നൽകി. അങ്ങയുടെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കും. ബലത്തോടെ നടപ്പാൻ കൃപ നൽകും. ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവിടുന്ന് സഹായിക്കും. മഹത്വം മുഴുവൻ യേശു കർത്താവിന്, ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.